Kymco എന്ന ബ്രാൻഡിനെ പറ്റിയും Kymcoയുടെ ലൈക്ക് 125 എന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയും നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേ ബ്രാൻഡിൻ്റെ തന്നെ സൂപ്പറും സ്റ്റൈലിഷുമായ മറ്റൊരു ഇലക്ട്രിക് വാഹനത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വാഹനം ഇന്ത്യയിൽ വരുന്നതിനെ പറ്റിയുള്ള സൂചനകളൊന്നും ഇനിയും ലഭ്യമായിട്ടില്ല. എങ്കിലും ഈ വാഹനം ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്ടെല്ലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ബ്രാൻഡിനെ പറ്റി സംസാരിക്കുമ്പോൾ 2018-19 കാലഘട്ടത്തിൽ 22 മോട്ടോഴ്സുമായി ചേർന്ന് പ്രവർത്തിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്ന ഒരു തായ്വാനി ബ്രാൻഡായിരുന്നു ഇത്. എന്നാൽ 22 മോട്ടോഴ്സിനെ ബൗൺസ് ഏറ്റെടുത്തതോടുകൂടി ഈ പാർട്ണർഷിപ്പ് അവസാനിക്കുകയും Kymco ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പറയുന്നത് Kymco അവരുടെ ലൈക്ക 125 എന്ന ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് F9 എന്ന വാഹനത്തെ പറ്റിയാണ്. ഈ വാഹനത്തിൻ്റെ സവിശേഷതകളിലേക്ക് കടക്കുമ്പോൾ 9.4 kWh മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ബ്രഷ്ലെസ് DC മോട്ടറാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇതിന് സപ്പോർട്ട് നൽകാനായി 96 വോൾട്ട് 40 Hന്റെ മാസീവായ ഒരു ബാറ്ററിയും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് 12.5 bhp പവറും 30 Nm ടോർക്കും ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്രയും പവർഫുള്ളായ Kymco F9 എന്ന വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 112 km/h ആണ്. മാത്രമല്ല 0 നിന്നും 50 km/h വേഗത കൈവരിക്കുന്നതിന് ഈ വാഹനത്തിന് വേണ്ടി വരുന്ന സമയം വെറും 3 സെക്കൻഡ് മാത്രമാണ്. ഇതിലൊക്കെ ഉപരിയായി കമ്പനി എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് F9 എന്ന വാഹനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ 2 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസിഷൻ സിസ്റ്റമാണെന്നാണ്. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മോട്ടറിൻ്റെ എഫിഷ്യൻസിയും പവറും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇൻബിൽട്ടായി ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 120 km ആണ്. അതിനോടൊപ്പം ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ച് ഈ വാഹനത്തിന് ചാർജ് ആവാൻ വേണ്ടി വരുന്ന സമയം വെറും 2 മണിക്കൂർ മാത്രമാണ്. ഫിക്സഡായി വെച്ചിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ കർബ് വെയ്റ്റ് എന്ന് പറയുന്നത് 107 kg ആണ്. ഇതിൻ്റെ ബാറ്ററിക്ക് മാത്രം 17 kg ആണ് വെയ്റ്റ് കമ്പനി അവകാശപ്പെടുന്നത്. 14 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് അലൂമിനിയം അലോയ് വീലുകളാണ് ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും വരുന്നത്. ഇതിനോടൊപ്പം ഡിസ്ക് ബ്രേക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൈഡിംഗ് കംഫർട്ടബിലിറ്റിയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് ഡുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും റിയർ സൈഡിൽ വരുന്നത് മോണോഷോക്ക് അബ്സോർവറുമാണ്. 790 mm സീറ്റ് ഹൈറ്റ് വരുന്ന ഈ ഒരു വാഹനത്തിന് 1831 mm നീളവും 714 mm വീതിയും 1085 mm ഉയരവുമാണ് ഉള്ളത്. ഡേ ടൈം റണ്ണിംഗ് ലാമ്പോട് കൂടിയ ഡുവൽ LED ഹെഡ് ലാമ്പാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിനോടൊപ്പം ഈ വാഹനത്തിലെ എല്ലാ ലൈറ്റുകളും LED ആണ്. ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസോളാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സുകളും മറ്റ് സവിശേഷതകളെയും പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇനി മറ്റൊരു വാഹനത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.